ഞാനും അച്ചും ഉച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. അടുക്കളയിൽ ദേ അമ്മ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ചക്ക ചുള പറിക്കണതും അരിയണതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ, ഞങ്ങൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ദേ എണീറ്റ് വന്നപ്പോൾ കണ്ടത് ഇതാണ്. അമ്മ ദേ ചക്ക അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ചക്ക തീറ്റ തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചക്കില്ല, നമ്മുടെ വീട്ടിലുണ്ട് പഴച്ചക്കാണുള്ളത് കേട്ടോ, നല്ല ചക്കില്ല. അപ്പോൾ അടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവർ ഇഷ്ടം പോലെ ചക്കയുണ്ട്. അപ്പോൾ ഇട്ട് കൊണ്ടക്കോളം പറഞ്ഞപ്പോൾ ഒരു 3-4 ചക്ക അമ്മ പോയി പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ദിവസമായിട്ട് തീറ്റ തന്നെയായിരുന്നു. ശർക്കരയിലിട്ട് വേവിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിന്നിരുന്നത്. മഴക്കാലമല്ല, വയറിന് പ്രശ്നമാവണ കാരണം അതേ ഇപ്പം ഇന്ന് അമ്മ പറഞ്ഞു നമുക്ക് ചക്ക വരട്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ അമ്മ അങ്ങനെ ചക്ക വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അമ്മ എന്തുട്ടാ ചെയ്യണേ? ചക്ക വരട്ടണം. എന്തുട്ടൊക്കെ ഇട്ടിട്ട് വരട്ടണേ? ശർക്കര, ജീരകം, ഏലക്കായ, നെയ്യ്. കൊറേ നേരം പിടിക്കും ഇത് വരട്ടിയെടുക്കാൻ? കൊറേ നേരം വരട്ടി എടുക്കണം. നെയ്യിലാണോ ഇത് വരട്ടണത്? അതെ. വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലേ? നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നെയ്യാകുമ്പോ ഇത്തിരി ടേസ്റ്റ് കൂടുന്നുണ്ടല്ലേ? ഇത് എങ്ങനെയാണ് ഇത് വരണ്ടതായിന്ന് അറിയ? വരണ്ട് വരും, അത് ശരിക്കും കുഴമ്പായി വരും. കൊറേ നേരം നിൽക്കേണ്ടി വരും അല്ലേ? നമ്മുടെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. 3 പ്ലാവ് അങ്ങോട്ട് ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. പക്ഷേ അത് ഇങ്ങനെ ഒരെണ്ണം വീടുമ്പലേക്ക് ചാഞ്ഞിട്ട് മുറിപ്പിച്ചു. പിന്നെ ഒരെണ്ണം മഴയത്ത് കടപഴകി വീണിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പിന്നെ ഉണങ്ങി പോവേ അങ്ങനെ എന്തോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്ലാവ് ഇല്ലാണ്ടായത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാവ് ഉള്ളതെന്ന് പറയുന്നത് പഴച്ചക്കയുടെയാണ് കേട്ടോ. എനിക്ക് പഴച്ചക്ക അങ്ങനെ വലിയ ഇഷ്ടമില്ല. പിന്നെ പഴച്ചക്ക ഇങ്ങനെ ചവണിയും കൂടിയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ വയറിന് പ്രശ്നം വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്കത് കാരണം പഴച്ചക്കയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഇതിങ്ങനെ നമ്മുടെ അയൽവക്കത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഒരു 5-6 ചക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ശർക്കരയിൽ വേവിച്ചിട്ടൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന 2 ചക്കയാണ് കേട്ടോ അമ്മ പറഞ്ഞത് നമുക്കിങ്ങനെ ചക്ക വരട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ ഇതിൽ ചേർത്തിട്ടുള്ളത് ശർക്കര ചേർത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, ഏലക്കായ, അതുപോലെ തന്നെ നല്ല ജീരകം, അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വരട്ടിയെടുക്കണത്. എന്തായാലും ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറേ ഞാനും ഇളക്കി, കുറേ അമ്മ ഇളക്കി, അങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി നിൽക്കുകയാണ് കേട്ടോ. നന്നായി ഒന്ന് വരണ്ടേ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്നും നിൽക്കണില്ല. ഒരു വിധം കളറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതായിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചായ കുടിക്കാ? തിന്നണേ തിന്നണമായി പറയടാ. ഏകദേശം അപ്പോൾ ഇതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണൊക്കെ ഉണ്ട്. അപ്പോൾ ചക്ക നന്നായിട്ട് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകാനുണ്ട്. എനിക്കും ഏട്ടനും അച്ഛനെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെയാണ്. അപ്പോൾ അതിനൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ പോയി വന്നിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം 8:00 കേട്ടോ. അപ്പോൾ വന്ന് കയറിയ പാടെ ഞാൻ വേഗം തന്നെ ചക്ക വരട്ടിയത് കഴിക്കാമെന്ന് വെച്ചിട്ട് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ചക്ക വരട്ടിയതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പ്ലേറ്റിലേക്ക് എടുത്തിങ്ങോട്ട് പോന്നു കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അധികം ഇങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ.